ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാലലീലയാണ് ഇനി തുടങ്ങുന്നത്. അമ്മമാരായ രോഹിണിയും യശോദയും രാമകൃഷ്ണന്മാർക്ക് ചുംബനങ്ങളാലും ആലിംഗനങ്ങളാലും എപ്പോഴും സന്തോഷം നൽകിക്കൊണ്ടിരുന്നു. ഗോപവർഗത്തിന്റെ ഗോപവർഗത്തിൽപ്പെട്ട എല്ലാവരും ഉണ്ണികളുടെ വിലാസ വായു കണ്ട് ലൗകികമായ സങ്കടങ്ങളെല്ലാം മറന്ന് ആനന്ദിച്ചു. കിങ്ങിണികളും തളയും വളയും കാലിലും കയ്യിലും പൊന്നരഞ്ഞാൻ അരയില് പുലിനഖം കഴുത്തിൽ ഇപ്രകാരം നിത്യാഭരണാദികൾ അണിഞ്ഞ് അവർ എല്ലായിടത്തും ഓടി നടന്ന് കളിച്ചു. കാണുന്നവരാരും നോക്കി നിന്നു പോകും. അവർ അടുത്തു വന്നാൽ ഉണ്ണികൾ പേടിച്ചു കരഞ്ഞുകൊണ്ട് അമ്മമാരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അപ്പോൾ അമ്മമാർ തെല്ലും സംഭ്രമിക്കുമെങ്കിലും ഉടനെ തന്നെ മക്കളെ വാരിയെടുത്ത് മാറോട് ചേർത്ത് മുല കൊടുക്കും. കുട്ടികളുടെ പിന്നാലെ നടക്കേണ്ടതായി വരുന്നതിനാൽ ആ അമ്മമാർക്ക് വീട്ടുകാര്യങ്ങൾ വേണ്ട പോലെ നോക്കാൻ സാധിക്കുന്നില്ല. അതിലവർക്ക് മനോദുഃഖമുണ്ടായി. എങ്കിലും എപ്പോഴും ശ്രീകൃഷ്ണനിൽ മനസ്സിരുത്താൻ സാധിച്ചത് അവരുടെ ഭാഗ്യവിശേഷം തന്നെ. ബലരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ബാലലീലകൾ വിവരിക്കുന്നതിലൂടെ കാവ്യമധുരത്തിന്റെ ഹൃദ്യമായ അന്തരീക്ഷം കൂടി ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അമ്മമാർ ജോലി ചെയ്യാൻ തയ്യാറാകുന്നതിന് മുമ്പേ തന്നെ ഈ ഉണ്ണിമാർ മുല കുടിച്ച് തൃപ്തരായി ഉന്മേഷപൂർവ്വം കളികൾ തുടങ്ങുന്നു. നല്ല പെരുമാറ്റത്തോടുകൂടി ചടങ്ങുകൾ ആചരിച്ചതിനു ശേഷം മധുരമായ ഗീതം ആലപിച്ചുകൊണ്ട് തന്നെ സമീപിക്കുന്നു. അവിടെ നിന്ന് ഏറെ ഉത്സാഹം നേടിയവരായി ആ കുട്ടികൾ വിചിത്രമായ കളികളിലും കുസൃതികളിലും ഏർപ്പെടുന്നു. പശുക്കളെ കറക്കുന്നതിന് അമ്മമാർ പോകുമ്പോൾ ഉണ്ണികളും കൂടെ ഉണ്ടാകും. അമ്മമാർ പശുക്കളെ കറക്കുന്നതിനിടയ്ക്ക് ഉണ്ണികൾ ഒരുമിച്ച് ചേർന്ന പശുക്കളെയും കിടാങ്ങളെയും വാലുകളിൽ പിടിച്ച് തൂങ്ങാൻ തുടങ്ങും. കന്നുകൾ പേടിച്ച് വിരണ്ടോടിയാൽ അവയുടെ പിന്നാലെ ഉണ്ണികളും ഓടും. പശുക്കളെയും ഉണ്ണികൾ കളിക്കൂട്ടുകാരാക്കുന്നു. കൊമ്പുള്ള പശുക്കൾ പരസ്പരം ഉരുമാനും നക്കിത്തുടയ്ക്കാനും മുതിരുന്ന സന്ദർഭങ്ങളിൽ അമ്മമാർ കുട്ടികളെ അകലെ മാറ്റി നിർത്തുന്നു. അതുതന്നെ തക്കമെന്ന് വിചാരിച്ച് ഉണ്ണികൾ കിടാവുകളെ അഴിച്ചുവിട്ട് പശുക്കളുടെ അകിട് കുടിപ്പിച്ച് രസിക്കും. ഇടയ്ക്ക് രണ്ടുപേരും ചേർന്ന് പലതരം വികൃതികളും കാട്ടുന്നു. പാൽക്കുഴ തട്ടിമറിക്കുക, പാത്രങ്ങൾ തച്ചുടയ്ക്കുക, കണ്ണിൽപ്പെട്ടതെല്ലാം പെറുക്കിയെടുത്ത് അവിടെയും ഇവിടെയും എറിയുക, കാച്ചിക്കുറുക്കി വെച്ചിരിക്കുന്ന പാൽ പാത്രത്തോടെ എടുത്ത് പൂച്ചകൾക്ക് കൊടുക്കുക, അതോടൊപ്പം അവരും കുടിക്കുക, അമ്മമാർ വരുന്നത് കണ്ടാൽ ഓടി മറയുക, വഴിയിലുള്ള ജന്തുക്കളെ പേടികൂടാതെ പിടിച്ച് കളിപ്പിക്കുക, വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യനെ പിടിക്കാൻ ശ്രമിക്കുക, സൂര്യവെളിച്ചത്തിൽ മാത്രമല്ല ചന്ദ്രന്റെ വെളിച്ചത്തിലും പലതരം കളികളിൽ ഏർപ്പെടുക, കിണറിന്റെ വക്കത്ത് ചെന്ന് നിന്ന് ശബ്ദമുണ്ടാക്കുകയും ശബ്ദത്തിന്റെ പ്രതിധ്വനി കിണറിൽ മുഴങ്ങുന്നത് കേട്ട് രസിക്കുകയും ചെയ്യുക. ഇപ്രകാരം ആ ഉണ്ണികൾ അനേകതരം ബാലക്രീഡകളിൽ മുഴുകിപ്പോന്നു. അവയാകട്ടെ മുതിർന്നവർക്ക് ആനന്ദകരമായി അനുഭവിക്കുകയും ചെയ്തു. ആ ലീലകൾ കാണാൻ ഭാഗ്യമുണ്ടായ ഗോകുല നിവാസികൾ പുണ്യം ചെയ്തവർ. ബലരാമനും കൃഷ്ണനും അതുപോലെ ജലാശയങ്ങളിൽ പ്രതിഫലിക്കുന്ന തങ്ങളുടെ രൂപം കണ്ട് കളിക്കുമായിരുന്നു. അപ്പോൾ ഗോഷ്ഠികൾ കാണിക്കുകയും ചിരിക്കുകയും ശരീരം ചലിപ്പിക്കുകയും ചെയ്യുന്നതിലും അവർ രസിച്ചു പോന്നു. വെള്ളത്തിൽ ആമയായി കളിക്കുമ്പോൾ അതിൽ താണുപോകുമോ എന്ന ഭയം മൂലം അമ്മമാർ ഓടിച്ചെന്ന് അവരെ വാരിയെടുക്കും. അപ്പോൾ തന്നെ മുല നൽകുകയും ചെയ്യും. ക്ഷണനേരം പോലും ഒരിടത്ത് അടങ്ങിയിരിക്കാതെ കളികളിൽ മുഴുകുന്ന പുത്രനെ നോക്കാൻ മാത്രമേ യശോദയ്ക്ക് സമയമുള്ളൂ. മറ്റു കൃത്യങ്ങൾക്ക് സമയം കിട്ടാതെ വരുന്നു. ഭാഗ്യവതികളായ ഗോപികമാർ കൃഷ്ണന്റെ കളികൾ കണ്ട് ആനന്ദം അനുഭവിച്ചു. അത് കാണുക എന്നത് അവർക്ക് ഒരു അനുഭൂതിയായിരുന്നു. മറ്റു കർത്തവ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവർ കൃഷ്ണലീലകൾ കാണാൻ ചെന്നെത്തിയിരുന്നു. പാൽക്കുഴമ്പും കദളിപ്പഴവും മറ്റും കൃഷ്ണന് നൽകി അവർ സന്തോഷിച്ചു. കൃഷ്ണനോട് ചേർന്ന് അവർ പാട്ട് പാടുകയും നൃത്തം വയ്ക്കുകയും ചെയ്തു. ഗോപികമാർക്ക് ഇപ്രകാരം ഒരു സൗഭാഗ്യം സിദ്ധിച്ചത് അവർ പണ്ട് നേടിയ സുഹൃതത്തിന്റെ ഫലമാണെന്ന് അല്ലയോ രാജാവെ അങ്ങ് അറിഞ്ഞാലും. സാക്ഷാൽ മഹാലക്ഷ്മിക്ക് പോലും ലഭിക്കാത്ത മഹാനുഗ്രഹമാണിത്. അതിനാൽ ആ ഗോപികമാർ ഏറ്റവും പരിശുദ്ധ ശീലഗുണങ്ങൾ ഉള്ളവരായി വളർന്നു. അവരുടെ വീടുകൾ തോറും കയറിയിറങ്ങി കൃഷ്ണൻ അവരിൽ അനുഗ്രഹം ചൊരിഞ്ഞു പോന്നു. തന്നോട് തുല്യമായ പ്രായവും രൂപവുമുള്ള ഗോപികമാരും ബലരാമനോടും ചേർന്ന് കൃഷ്ണൻ ആനന്ദ ഗാനാലാപനത്തോടും ലീലാവിലാസങ്ങളോടും കൂടി വളർന്നു. ബ്രജവാസികളായ ഗോപികമാർക്ക് ശ്രീകൃഷ്ണ പ്രേമാധിക്യം മൂലം ഏതു പ്രവൃത്തികളിൽ ഏർപ്പെട്ടു കഴിയുന്നതിനിടയ്ക്കും കൃഷ്ണനെ ഓർമ്മിക്കാൻ സാധിക്കുന്നു എന്നത് അതുല്യമായ ഭാഗ്യവിശേഷം തന്നെയാണ്. ശ്രീകൃഷ്ണനിൽ ദൃഢഭാവന ഉണ്ടാകുന്നതിനുള്ള ഭാഗ്യത്തിനു വേണ്ടിയാണ് ബ്രഹ്മാദികൾ പോലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. ഗോപികമാർ അളവില്ലാതെ സ്നേഹിച്ചത് തങ്ങൾക്കിടയിൽ അവതരിച്ച ഭഗവാനെയാണ്. ആ സ്നേഹം അവരുടെ സംസാര ക്ലേശം ഇല്ലാതാക്കുന്നതിന് കാരണമായി തീരുന്നു. അതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റെന്താണുള്ളത്?
ഗോപികമാരോട് ചേർന്ന് കൃഷ്ണൻ നാനാവിധമായ ലീലാവിലാസങ്ങളിൽ മുഴുകി വളരുന്നു. പ്രതീകാത്മകമായ ഈ വർണ്ണന ആത്മീയതയുടെയും ഭക്തിയുടെയും വിവിധ മാനങ്ങൾ വ്യഞ്ജിപ്പിക്കുന്നു. എങ്കിലും ലൗകികമായ ബാലചേഷ്ടകളുടെ യഥാർത്ഥ ആവിഷ്കരണമെന്ന നിലയിലാണ് ഈ ഭാഗങ്ങൾ ഇവിടെ അനുവാചിരെ രസിപ്പിക്കുന്നത്. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഹൃദയ കമലത്തെ പോലും കവരുന്നതാണ്